ഹായ്, ഞാൻ ഡോക്ടർ പി പ്രതാപൻ, വയോജന പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. വയോജന അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആണ് ഒരു അവകാശമായിട്ട് പരിഗണിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം വയോജനങ്ങളുടെ ഒരു അവകാശമാണ്. അപ്പോൾ ഇന്ന് മുതിർന്ന പൗരനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ അവയവങ്ങൾക്ക്, ഇന്ദ്രിയങ്ങൾക്ക് അപചയം സംഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാണ് മുതിർന്ന പൗരന്മാർ ജെറന്റോളജിയിലും പറയുന്നത്. ജെറന്റോളജി എന്ന് പറഞ്ഞാൽ ഈ മുതിർന്ന പൗരനുണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക വ്യതിയാനം കൊണ്ട് അയാൾക്ക് സമൂഹത്തിൽ, കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആ ശാഖയാണ് ജെറന്റോളജി. ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ, ഈ മുതിർന്ന പൗരൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു 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 മെഡിക്കൽ ശാഖയാണ്. ഇപ്പോൾ സാധാരണ ഒരു മെഡിസിനിൽ പലതരം സ്പെഷ്യലിസ്റ്റുകളുണ്ട്. കണ്ണിന് സ്പെഷ്യലിസ്റ്റുണ്ട്, ഹാർട്ടിന് സ്പെഷ്യലിസ്റ്റുണ്ട്, പല്ലിന് സ്പെഷ്യലിസ്റ്റുണ്ട്, അപ്പോൾ ത്വക്കിന് സ്പെഷ്യലിസ്റ്റുണ്ട്. ഇപ്പോൾ എന്തെല്ലാം ഈ സ്പെഷ്യലൈസേഷൻ സാധാരണ ആൾക്കാർക്കുണ്ടോ അതുപോലെയുള്ള സ്പെഷ്യലൈസേഷൻ മുതിർന്നവർക്കുമുണ്ട്. ഇപ്പോൾ ജെറിയാട്രിക് ഓപ്താൽമോളജി, അല്ലെ ജെറിയാട്രിക് ഡെർമറ്റോളജി, ജെറിയാട്രിക് നെഫ്രോളജി, അങ്ങനെയൊക്കെയുള്ള വിഭജനം 10-25 തരത്തിലുള്ള ഈ സ്പെഷ്യലൈസേഷൻ ജെറിയാട്രിക് കെയറിനും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ജെറിയാട്രിക്സ് മെഡിക്കൽ നഴ്സിംഗ് പഠനശാഖയുടെ ഒരു ഭാഗമാണ് എങ്കിലും സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ജെറിയാട്രിക് നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവരുടെ എണ്ണം ഈ ജെറിയാട്രിക് മുതിർന്ന പൗരന്മാരുടെ എണ്ണം അനുസരിച്ച് ആവശ്യത്തിനില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ ജെറിയാട്രിക്സിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോക്ടർമാരും ആകെയുള്ള മുതിർന്ന പൗരന്മാരുടെ എണ്ണം പരിഗണിക്കുമ്പോൾ അപര്യാപ്തമാണ് എന്ന് പറയാം. ഇപ്പം ഈ മുതിർന്ന പൗരന് ആരോഗ്യ സേവനങ്ങൾ അയാളുടെ ഈ വാർദ്ധക്യ അവസ്ഥ കൂടെ പരിഗണിച്ചുകൊണ്ട് കിട്ടേണ്ടത് ഒരു അവകാശമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ കുറഞ്ഞ രീതിയിലുള്ള മരുന്ന് ലഭ്യമാക്കുക, ആശുപത്രികളിലെ ക്യൂ സമ്പ്രദായം പ്രത്യേക പരിഗണന നൽകുക, അതുപോലെ ആയുഷ്മാൻ ഭാരത്, ഇപ്പോൾ ഭാരത് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതുപോലെ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും ആയുഷ്മാൻ ഭാരതിന് എലിജിബിളാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു ഉമ്മൻചാണ്ടി ആരോഗ്യ സംരക്ഷണ പദ്ധതി നിലവിൽ വരാൻ പോവുകയാണ്. ഇതൊക്കെ വയോജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിൽ, ആരോഗ്യ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അനുഗുണമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. ഇത് അവകാശമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും വീടിനുള്ളിൽ ഇത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. 70 വയസ്സ് കഴിഞ്ഞ പലർക്കും ഓർമ്മക്കുറവുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ട്, തലകറക്കമുണ്ട്, വാതമുണ്ട്. ഇതൊക്കെ ചികിത്സ വേണ്ട എന്നുള്ളതാണ് പൊതുവെ ഒരു പകുതിയോളം, ആകെയുള്ള മുതിർന്ന പൗരന്മാരിൽ പകുതിയോളം ആൾക്കാരും ആശുപത്രിയെ സമീപിക്കാറില്ല. സമീപിക്കുന്നവർ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ ലോക്കൽ ആശുപത്രികളിലാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ ഈ സ്പെഷ്യലൈസ്ഡ് ചികിത്സ ലഭ്യവുമല്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. താങ്ക് യു.